ഇതിലൊക്കെ ഈ നെറ്റ് സീറ്റ് പരീക്ഷയിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് ശരിയാണ്, യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ +1 കാര്യം വരുമ്പോൾ നമുക്കറിയാം, മലബാറിൽ വർഷങ്ങളായിട്ട് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് സീറ്റില്ല എന്നുള്ള കാര്യം, സ്ഥിരം ബാച്ചുകളില്ല എന്നുള്ള കാര്യം. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം സമരരംഗത്തുണ്ടതാണ്. SFIയുടെ നിലപാട് കാണിക്കാറുണ്ട്. SFI ഇതുമായി ബന്ധപ്പെട്ട് SFI സംസ്ഥാന ലീഡർഷിപ്പ് തന്നെ മലപ്പുറം ജില്ലയെ വിശേഷിച്ചു മലബാർ ഏരിയയിലെ +2 സീറ്റിലെ അപര്യാപ്തത സംബന്ധിച്ച് മന്ത്രിക്ക് ഈ വർഷവും നിവേദനം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പടിപടിയായി കേരളത്തിൽ ഈ മലപ്പുറം ജില്ലയിലെ ഉൾപ്പെടെ മലബാർ മേഖലയിലെ +1 സീറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ വലിയൊരു നമ്പർ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. 98 ഈ +2 തുടങ്ങിയ ശേഷം അതിനുശേഷം വന്നിട്ടുള്ള ഗവൺമെന്റുകളിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഇതിന് വളരെ നല്ലൊരു നിലപാട് സ്വീകരിക്കുകയും കൂടുതൽ സീറ്റുകൾ ബാച്ചുകൾ അനുവദിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും ആ നിലക്ക് സീറ്റ് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും തീർച്ചയായും അധിക ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളത് ആവശ്യമായിട്ട് വരും. അത് പൂർണ്ണമായും ഇപ്പോഴുള്ള ഈ പറയുന്ന അലോട്ട്മെന്റ് പൂർത്തിയാവുന്നതോടുകൂടി എത്ര സീറ്റ് ഓരോ താലൂക്ക് അടിസ്ഥാനത്തിൽ ആവശ്യമാണ് എന്ന് നോക്കി ഗവൺമെന്റ് അതിനനുസരിച്ച് പുതിയ ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളതാണ്. അത് ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി പുതിയ ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. അത് നിലവിൽ തന്നെ SFI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അനുഭാവപൂർണമായി ഗവൺമെന്റ് പരിഗണിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള സമരത്തിൽ ഉണ്ടാവും. അവരുടെ ഉണ്ടാവും. നമ്മൾ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും സമരത്തിലേക്ക് പോകണം. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കൊപ്പം അല്ലാതെ SFI ആളുകളില്ല. അതെ, ക്ലാസ് 24 തീയതി ആരംഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം പിന്നെ സെപ്റ്റംബറിലാണ് അഡ്മിഷൻ പ്രൊസീജിയർ പൂർത്തീകരിച്ചത്. ഇത്തവണ ജൂൺ മാസം ഇപ്പോ 21 തീയതി ആയിട്ടുള്ളൂ.